ദൈവത്തെ ദർശിച്ചവരാണ് വിശുദ്ധർ. ആ വിശുദ്ധരോടൊപ്പം മാലാഖമാരുമായി സ്വർഗീയ ആനന്ദത്തിൽ ആയിരിക്കുന്ന ഞങ്ങളുടെ വാത്സല്യനിധിയായ അമ്മ ത്രേസ്യാളിൻ്റെയും പ്രിയ സഹോദരങ്ങളായ മണിദാസിൻ്റെയും ബ്രൈറ്റിൻ്റെയും പാവന സ്മരണയ്ക്ക് മുൻപിൽ ബ്രൈറ്റ് ഗ്രൂപ്പ് ഓഫ് അക്കാഡമീസ് പ്രാർത്ഥനാപൂർവം സമർപ്പിക്കുന്നു ഇന്നത്തെ വിശുദ്ധർ. അവതരണം അനിൽ കുഴിഞ്ഞകാല. ആശയം മുത്തയ്യൻ ആൻഡ് സെലിൻ പ്രിയ. സംവിധാനം സ്റ്റെനി ആൻഡ് സ്റ്റെനിച്ച്. ഇന്നേ ദിവസം തിരുസഭ മാതൃകയായി നൽകിയ വിശുദ്ധരെ അനുകരിച്ച് പ്രാർത്ഥനയോടെ ആ പാത പിന്തുടരുന്ന നിങ്ങൾക്കേവർക്കും കർത്താവിൻ്റെ തിരുമുഖം ദർശിക്കാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ജസ്റ്റിൻ. ഇന്ന് ഏപ്രിൽ 21 വിശുദ്ധ ആൻസലമിൻ്റെ തിരുനാൾ. ഇറ്റലിയിൽ അവോസ്ത എന്ന പ്രദേശത്ത് ലൊംബാർഡ് രാജകുടുംബത്തിൽ ജനിച്ച ആൻസലം ഭക്തയായിരുന്ന യെർമൻ ബെർഗിൻ്റെ മരണശേഷം പിതാവിൻ്റെ പെരുമാറ്റം അക്രമാസക്തമായി. 15-ാമത്തെ വയസ്സിൽ ആൻസലം സന്യാസം സ്വീകരിക്കാൻ ആഗ്രഹിച്ചെങ്കിലും പിതാവിൻ്റെ എതിർപ്പ് മൂലം അത് സാധിച്ചില്ല. 1060 ഇംഗ്ലണ്ടിൽ പോയി നോർമണ്ടിൽ ബക്ക് എന്ന പ്രദേശത്തുള്ള ആശ്രമത്തിൽ ചേർന്നു. ലാൻ ഫ്രാങ്കായിരുന്നു അദ്ദേഹത്തിൻ്റെ ഗുരുനാഥൻ. 1063 പ്രിയോരായ ആൻസലം 1078 അവിടുത്തെ ആബട്ടുമായി. അക്കാലത്താണ് ദൈവം എന്തിന് മനുഷ്യനായി എന്ന ഗ്രന്ഥം അദ്ദേഹം എഴുതിയത്. ആർച്ച് ബിഷപ്പ് എന്ന ലാക്കു ഫ്രാങ്ക് ദിവംഗതനായപ്പോൾ ആൻസലം കാൻറ്റർബറി ആർച്ച് ബിഷപ്പുമായി. അന്ന് അദ്ദേഹത്തിന് 60 വയസ്സ് പ്രായമേ ഉണ്ടായിരുന്നുള്ളൂ. വില്യം റൂഫസ് രാജാവ് തിരുസഭയുടെ സ്വത്ത് കൊള്ളയടിച്ചിരുന്നതിനാൽ റോമിൽ പോയി ആൻസലത്തെ പാലിയം സ്വീകരിക്കാൻ അനുവദിച്ചില്ല. ആൻസലം സ്വയം നാടുവിട്ടുപോയി പാലിയം സ്വീകരിച്ച് വിപ്രവാസത്തിൽ കഴിഞ്ഞു. 1100 രാജാവ് മരിക്കുകയും ഹെൻറി ഒന്നാമൻ രാജാവായതും ആർച്ച് ബിഷപ്പിനെ തിരികെ വിളിച്ചു. ഹെൻറിയും ആൻസലോമിനും തമ്മിൽ നടന്ന മാർപ്പാപ്പയുടെ അധികാരത്തെ ചൊല്ലിയുള്ള തർക്കത്തിൽ രാജാവ് ആൻസലമിനെ നാടുകടത്തി. 1107 ഹെൻറിയും തിരുസഭയും തമ്മിലുള്ള തർക്കം അവസാനിക്കുകയും ആൻസലം തിരികെ കാൻറ്റർബറിയിലേക്ക് മടങ്ങുകയും ചെയ്തു. ദൈവ മാതാവിനോടുള്ള ഭക്തിയിൽ പാശ്ചാത്യ രാജ്യങ്ങളിൽ ആദ്യം അമലോത്ഭവം ആഘോഷിക്കാൻ തുടങ്ങിയത് ആൻസലമാണ്. സ്കൊളാസ്റ്റിസത്തിൽ പിതാവെന്നറിയപ്പെട്ടിരുന്ന ആൻസലത്തിന് 1720 ഡോക്ടർ ഓഫ് ദ യൂണിവേഴ്സൽ ചർച്ച് എന്ന പദവി നൽകി. നീതിപരമായി ജീവിച്ച ആൻസലം വിശുദ്ധിയുടെ പടവുകൾ കയറി. വിശുദ്ധ ആൻസലമേ, ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമേ. ബ്രൈറ്റ് കുടുംബത്തിൽ നിന്നും കർത്താവ് തൻ്റെ മുന്തിരിത്തോപ്പിലേക്ക് വിളിച്ച് പൗരോഹിത്യം നൽകി അനുഗ്രഹിച്ച റവറൻ ഫാദർ ബിൽ ബ്രൈറ്റും സന്യാസത്തിലേക്ക് വിളിച്ച് അനുഗ്രഹിച്ച് മണവാട്ടിയാക്കിയ സിസ്റ്റർ മരിയ ജോസും വിശുദ്ധരെ അനുകരിച്ച് ഇവിടെ ഈ ഭൂമിയിൽ ആത്മാക്കളെ നേടാനായി ഇരുൾ വീണ താഴ്വരയിലൂടെ നടക്കുമ്പോഴും പൈശാചിക ശക്തികൾ വിടാതെ പിന്തുടർന്ന് പീഡിപ്പിക്കുമ്പോഴും മരണം നിഴലായി കൂടെ നടക്കുമ്പോഴും ദിവ്യകാരുണ്യം എപ്പോഴും ആത്മാവിന് കരുത്തേകും പോലെ തിരുവചനമെന്നും പാതയിൽ വിളക്കായി ജ്വലിച്ച് ആ ജ്വാലയിൽ അനേകായിരം ആത്മാക്കളെ നേടിയെടുക്കാൻ സകല വിശുദ്ധരെ, മാലാഖമാരെ ഇവർക്കു വേണ്ടി എപ്പോഴും കർത്താവിനോട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. അനുദിന വിശുദ്ധർ നടന്ന വഴിയെ നടക്കുന്ന ഇവർക്ക് പിന്നാലെ കൽപ്പനകൾ പാലിച്ച് കരുത്തോടെ നടക്കുന്ന ഞങ്ങളും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അരികിലെത്തി നിത്യസൗഭാഗ്യം പങ്കിടാൻ അനുഗ്രഹമരുളണമെന്ന് കർത്താവേ, അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.